പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇപ്പോൾ ടോബി ജോൺസൺ, ഒപ്പം വണ്ടിപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയനും ചേരുന്നുണ്ട്. ടോബി, ഈ മകരവിളക്ക് ദർശനത്തിന് സന്നിധാനത്ത് മാത്രമല്ല, പമ്പയിലാണെങ്കിൽ ഹിൽ ടോപ്പ്, നിലയ്ക്കലിൽ അതിനുള്ള സൗകര്യമുണ്ട്, പുല്ലുമേടുണ്ട്, പാഞ്ചാലിമേടുണ്ട്, അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ മകരവിളക്ക് ദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ നല്ലതാണ്, സന്നിധാനത്തെ തിരക്ക് അത്രയും കുറയുകയും ചെയ്യും. ടോബി, അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ തീർത്ഥാടകർ അവിടേക്ക് ധാരാളമായി എത്തുന്നുണ്ടോ? അവിടെയുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, തീർച്ചയായിട്ടും ശബരിമലയിൽ ചെന്ന് ദർശനം സാധ്യമാകാത്ത ആളുകൾ ഇതുപോലെയുള്ള മകരജ്യോതി കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കുന്നും പുറങ്ങളിലാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുല്ലുമേടാണ്. പുല്ലുമേട് കഴിഞ്ഞാൽ പാഞ്ചാലിമേട്, പരുന്തുംപാറ അങ്ങനെ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്കാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് വലിയ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട്ടിൽ ഇപ്പോൾ ആ കാണുന്ന മലനിരകൾക്ക് മുകളിലായിട്ടാണ് മകരജ്യോതി ദർശിക്കാൻ സാധിക്കുന്നത്. അവിടെയായിട്ടാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ കുന്നിൻ മുകളാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും, അതായത് ബാരിക്കേഡ് അടക്കം നിർമ്മിച്ചുകൊണ്ട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കൃത്യമായി സൗകര്യം ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ റിസ്ക് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേടെന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം അധികം ഉയരമൊന്നുമല്ല, ഭക്തർക്ക് നടന്നു വന്ന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് കാണാം, പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ആളുകളുണ്ട്, മറ്റ് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനവും ഒരുക്കി ഈ ഒരു ദർശനം ഭക്തർക്ക് സുഗമമായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പാഞ്ചാലിമേട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പെരുവന്താനം പഞ്ചായത്താണ്. പഞ്ചായത്ത് സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് പഞ്ചായത്താണ്. അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട്, പിന്നെ കുടിവെള്ളം, പിന്നെ ഇതിൻ്റെ ഷെഡുകൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് നമ്മളാണ്. പിന്നെ അത്യാവശ്യം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത്തരം മറ്റ് വകുപ്പുകളും എല്ലാ വകുപ്പുകളും ഉണ്ട്. അതായത് റവന്യൂ, പോലീസ്, ഫയർ, പിന്നെ മെഡിക്കൽ ടീമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥ അനുകൂലമാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് ടോബി, പാഞ്ചാലിമേട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ടോബി തന്നത്. അത് ഈ മകരവിളക്ക് ദിവസം ആളുകൾ, തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പാഞ്ചാലിമേട്. സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, സന്നിധാനത്തെ തിരക്ക് എങ്ങനെയാണ് ഇപ്പോൾ? പമ്പയിൽ നിന്ന് ഭക്തരെ അവിടേക്ക് കടത്തിവിടുന്നില്ല, നിലയ്ക്കലിൽ നിന്നും കടത്തിവിടുന്നില്ല. ഇനിയിപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും. പുഷ്പാലങ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് സന്നിധാനത്തെ വിവരങ്ങൾ, രാഹുൽ? വിജയകുമാർ, മകരവിളക്കിന് വേണ്ടി സന്നിധാനത്തെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരെ നിലവിൽ കടത്തിവിടുന്നില്ല. രാവിലെ മല കയറിയ തീർത്ഥാടകരാണ് നിലവിൽ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം ഉച്ചപൂജ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രനട അടയ്ക്കും. ഇനി വീണ്ടും ക്ഷേത്രനട തുറക്കുക വൈകിട്ട് 5 മണിക്കായിരിക്കും. സാധാരണ 3 മണിക്ക് ക്ഷേത്രനട തുറക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മകരവിളക്കായതിനാൽ ഇനി 5 മണിക്കായിരിക്കും ക്ഷേത്രനട തുറക്കുക. അതിനിടയിൽ ശുദ്ധി പ്രക്രിയകൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ്. മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ശരംകുത്തിയിൽ 5:30 തിരുവാഭരണം ചാർത്തിയുള്ള ഘോഷയാത്ര എത്തും. അതിനുശേഷം തിരുവാഭരണം ഇവിടെ ഈ കൊടിമരച്ചൂട്ടിൽ ദേവസ്വം ജീവനക്കാരും ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും മഹാദീപാരാധന നടക്കാൻ പോകുന്നത്. പിന്നീട് 6:45 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 40,000-ത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ന് 41,000-ഓളം തീർത്ഥാടകരെയായിരുന്നു പ്രതീക്ഷിച്ചത്. എന്തായാലും 2.5 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിലെ സന്നിധാനത്തെ വിവിധയിടങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് കൂടുതൽ ജാഗ്രത വേണം. അതിനുവേണ്ടിയ ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയായിട്ടുണ്ട്. വിജയകുമാർ, സന്നിധാനത്തു നിന്നാണ് രാഹുൽ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഈ ദർശനം സാധ്യമാകുന്ന മറ്റൊരു പ്രദേശമാണ് വണ്ടിപ്പെരിയാർ. അവിടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വണ്ടിപ്പെരിയാറിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ? പുല്ലുമേട് ഭാഗത്തേക്ക് തീർത്ഥാടകർ ധാരാളം പോകാറുണ്ട് ആ ദിവസങ്ങളിൽ. ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം അവിടുത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
പുല്ലുമേട്ടിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ KSRTCക്കോ അല്ലെങ്കിൽ സത്രത്തിലേക്ക് ഇവിടെ നിന്നുള്ള ജീപ്പ് വഴിയോ പോയതിനു ശേഷം കാൽനടയായി വേണം ഈ കാനനപാതയിലൂടെ പുല്ലുമേട്ടിലേക്ക് പോകാൻ. എന്തായാലും 2 മണിയോടുകൂടി കാനനപാതയിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമായിട്ടും തീർത്ഥാടകരെ കടത്തിവിടുന്നത് പൂർണ്ണമായിട്ടും നിർത്തും. അതിനുശേഷം ആരെയും തന്നെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്ന തീർത്ഥാടകർ ഒട്ടുമിക്ക ആളുകളും ആ പുല്ലുമേട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം ആളുകൾ പുല്ലുമേട്ടിലേക്ക് ഈ മകരവിളക്ക് ദർശിക്കാനായി എത്തുമെന്നുള്ളൊരു കണക്കാണ് ഈ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1,200 പോലീസുകാരെ പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും മറ്റു ഉദ്യോഗസ്ഥരും സുരക്ഷാ ഡ്യൂട്ടിക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, അതാണ് വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള വിവരങ്ങൾ. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ തീർത്ഥാടനത്തിന് ശേഷം, അതായത് മകരവിളക്ക് ദർശനം, ദീപാരാധന ദർശനം, അതിനുശേഷം തീർത്ഥാടകർ താഴേക്കിറങ്ങുക, മലയിറങ്ങുന്ന സമയത്ത് വലിയ ജാഗ്രത വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഭക്തരൊക്കെ അവരുടെ വീടുകളിൽ സുരക്ഷിതരായി എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടി ദേവസ്വം ബോർഡ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാവിലെ ബോർഡ് പ്രസിഡന്റ് പറയുകയും ചെയ്തപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ, ഈ തീർത്ഥാടനത്തിന്റെ അവസാന മണിക്കൂറുകൾ ആ നിലയ്ക്ക് വലിയ സുരക്ഷ വേണ്ടതാണ്, ശ്രദ്ധ, ജാഗ്രത വേണ്ടതാണ്.